ഇന്ന് INGCയുടെ നേതൃത്വത്തിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മൂന്നാം അനുസ്മരണ ദിനത്തിൽ അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ന് INGC ചെയ്തിട്ടുള്ളത്. 1000 പേരുടെ രക്തദാനം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മഹാനായ നേതാവിനെ സ്മരിക്കുമ്പോൾ ആ നേതാവ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമായിരുന്നു. ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം ജീവിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹത്തിനെ സമീപിക്കുന്ന എല്ലാവരോടും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട്. അതിൽ കുറേയൊക്കെ അദ്ദേഹത്തിന് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ശ്രീ ബാലോട് രവിയൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 2011-16 നിയമസഭാംഗങ്ങളായിരുന്നവരാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഇന്ന് MLA-മാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്റ്റാറ്റസ് ലഭിച്ചത് ആ കാലത്താണ്. അതായത് ഒരു MLA-ക്ക് തൻ്റെ നിയോജകമണ്ഡലത്തിൽ ചെലവഴിക്കാൻ 6 കോടി തന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഞാനൊക്കെ അത് MLA ആയി 8 വർഷക്കാലം MLA ആയി കഴിഞ്ഞ് വീണ്ടും MP ആയി ചെന്നപ്പോൾ MP-ക്ക് 7 നിയോജകമണ്ഡലത്തിലും കൂടി ആകെ 5 കോടിയുള്ളൂ. ഒരു MLA-ക്ക് 6 കോടിയുള്ളപ്പോൾ ഒരു MP-ക്ക് 5 കോടിയുള്ളൂ. അപ്പോൾ MP-യുടെ വെച്ചാൽ 7 അസംബ്ലി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അസംബ്ലിക്കാണ് 6 കോടി ശ്രീമാൻ ഉമ്മൻചാണ്ടി നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ 2 പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അന്ന് നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ. കാലത്ത് 9 മണിക്ക് ആരംഭിച്ച് അർദ്ധരാത്രി വരെ നീണ്ടു നിന്ന ആ പരിപാടികളൊക്കെ പങ്കെടുത്ത എല്ലാവരെയും അദ്ദേഹം നേരിട്ട് കണ്ടു. ഒരാളെ പോലും അദ്ദേഹം വിട്ട് കളഞ്ഞിട്ടില്ല. എല്ലാവരെയും നേരിട്ട് കാണുകയും അവരുടെ അപേക്ഷകൾ പരിഗണിക്കുകയും അതിൽ 70% പരം കാര്യങ്ങൾ അദ്ദേഹം നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതിശക്തമായി പാർട്ടിക്കും മുന്നണിക്കും കരുത്ത് നൽകി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ 5 വർഷക്കാലം എൻ്റെ ആദ്യത്തെ MLA-യുടെ ടേം അവസാനിച്ചപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദിച്ചത്, ഈ 5 കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ച MLA ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി ഏത് കാര്യത്തിലാണ്? ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപയാണ് എനിക്ക് ചെലവഴിക്കാൻ വേണ്ടി ലഭിച്ചത്. അപ്പോൾ പത്രക്കാർക്ക് അത്ഭുതം. കാരണം സാധാരണ എല്ലാവരും റോഡിൻ്റെയും പാലത്തിൻ്റെയും ഒക്കെ ഇതാണല്ലോ. അതിപ്പോൾ ഒരു MLA-യുടെ ജോലിയാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷേ മരണം കൺമുമ്പിൽ കാണുന്ന രോഗിക്ക് ആശ്വാസം നൽകാൻ അതാണ് ഏറ്റവും അധികം എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വെക്കുക. അന്ന് ഞാൻ ഓർക്കുന്നത്, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചാൽ ഉടൻ തന്നെ അദ്ദേഹം അതിനനുകൂലമായിട്ട് തുക എഴുതുക മാത്രമല്ല, അത് പെട്ടെന്ന് തന്നെ ആവശ്യക്കാരുടെ കൈകളിൽ എത്തിച്ചേർന്നു. ഇന്നിപ്പോഴൊക്കെയാണെങ്കിൽ പിന്നീട് വന്ന 10 വർഷക്കാലം ഒന്നാമത് ആർക്കും കൊടുക്കില്ല, ഒക്കെ രക്തസാക്ഷികളുടെ കുടുംബത്തിനെ കൊടുക്കൂ. പക്ഷെ അതേ സമയത്ത് ആവശ്യക്കാർക്ക് വല്ലപ്പോഴും അവരുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും രോഗിയുടെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. അപ്പം ഞാൻ പറഞ്ഞ അത്രയേറെ ജനകീയനായ ഭരണകർത്താവ്. അതിനു പുറമേ വികസന നേട്ടങ്ങൾ എടുത്തു കാണിക്കാവുന്ന ഭരണ സംവിധാനം. ഇപ്പം ഞാൻ ഓർക്കുന്നത്, അന്ന് കരമന കളിയിക്കാവുള്ള റോഡ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒന്നാമത്തെ റീച്ച് 1.5 കൊല്ലം കൊണ്ട് പൂർത്തിയായി. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 2ാമത്തെ റീച്ച് ബാലരാമപുരത്തേക്ക് എത്തിയിട്ടില്ല. അതുവരെ കൊടിനട വരെ ആയിട്ടുള്ളൂ. എത്ര വർഷം എടുത്തു? 10 വർഷം. അതായത് പ്രാവച്ചമ്പലത്തു നിന്ന് കൊടിനടയിലേക്ക് 10 വർഷം. അപ്പോൾ അതാണ് അന്ന് ഇന്നുമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് PR വർക്ക് ചെയ്ത് വികസനം പ്രസംഗിച്ചപ്പോൾ, നിങ്ങൾ ചെയ്ത വികസനം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ചൂണ്ടിക്കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം, ഞാൻ പറയുന്നത് ഇവർക്ക് നാണമില്ല എന്ന് ആലോചിക്കുന്ന ഇടതുപക്ഷത്തിന്. അതിലാണ് തൊലിക്കട്ടി അപാരെന്ന് പറയാൻ കാരണം. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, തറക്കല്ലിടുന്ന ദിവസത്തെ അന്നത്തെ പത്രത്തിലെ വാർത്ത എന്താ? ദേശാഭിമാനിയിൽ വിഴിഞ്ഞം കടപ്പുറം അദാനിക്ക് വിറ്റു. അതായിരുന്നു അന്നത്തെ ഹെഡിങ്. കടൽ ബോംബ്, കടൽ കൊള്ള.
ഇതൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്. ബോംബ് പിന്നെ നമ്മുടെ ഇതായിരുന്നു, മറ്റേ നമ്മുടെ പൈപ്പ് ലൈൻ, അതിനാണ് വന്ന് ഭൂമിയിൽ കൂടെ ബോംബ് പൊട്ടാൻ പോവുക. ഇതൊക്കെ ഇവർ വന്നിട്ട് നടപ്പാക്കി. നമുക്ക് പിന്നെ നടപ്പാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. അതും പൂർണ്ണതയിലെത്തിയിട്ടില്ല കേട്ടോ, തുടങ്ങി വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന, അതുപോലെ മെട്രോ, അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വാചകനെ എപ്പോഴും ഓർക്കുക. ജയശങ്കർ പറഞ്ഞു, കൊച്ചി മെട്രോയ്ക്ക് റെയിൽ പണിത് ഉമ്മൻചാണ്ടി, ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി, അവസാനം പരീക്ഷണോട്ടം നടത്തിയ ഉമ്മൻചാണ്ടി, തലേ ദിവസം 2 കോട്ട് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയനും കേന്ദ്ര സർക്കാരും. എല്ലാ വർക്കും അദ്ദേഹം ചെയ്തു വെച്ചതാണ്. പരീക്ഷണോട്ടം വരെ കഴിഞ്ഞു. ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട ജോലി മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ അവിടുത്തെ MLA-യും MP-നെയും വണ്ടിയിൽ ആ ട്രെയിനിൽ കയറ്റിയില്ല. ഇലക്ഷനിൽ ഞാൻ തോൽപ്പിച്ച ഉമ്മനാണ് അന്ന് ട്രെയിനിൽ കയറിയത് പരീക്ഷണോട്ടത്തിൽ. അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആരാണ് സംഘപരിവാറിന് കീഴടങ്ങിയത്? പിണറായിയുടെ കാലത്തല്ലേ. ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായും UDF സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ വികസനങ്ങളുടെ ബാക്കി പത്രം അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് UDF സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് ആമുഖമായി പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. ഞാൻ മറ്റ് ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. UDF സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയാം, പറഞ്ഞ വാഗ്ദാനങ്ങൾ 5 വാഗ്ദാനങ്ങൾ നൽകിയതിൽ 2 വാഗ്ദാനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഒന്ന്, പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങി, നന്നായി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ അവിടെ റൂട്ട്, ഞാനിപ്പോൾ KSRTC-യിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു ഉപദേശ സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഇടതുപക്ഷക്കാരൻ വരെ പറയുന്നത് ഇവിടെ നമുക്കും വേണം ഒരു പ്രിയദർശിനി ബസ് എന്നാണ്. കാരണം സ്ത്രീകൾ അത്രയേറെ എന്നെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക വകുപ്പ്, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ആ ഒരു വകുപ്പിനാണ്. കാരണം അത്രയേറെ വൃദ്ധജനങ്ങൾ ഇന്ന് വീടുകളിലൊക്കെ വിഷമിക്കുകയാണ്. അപ്പോൾ ആ വകുപ്പ് രൂപീകരിച്ചു. ഇതൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നാണ് 2 മാസമായത് ഈ സർക്കാർ വന്നിട്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ 2 പ്രധാന വാഗ്ദാനങ്ങൾ പാലിക്കുകയും, അതിനു പുറമെ ആദ്യത്തെ ക്യാബിനറ്റ്, ഫസ്റ്റ് ക്യാബിനറ്റിൽ, സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാ വർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിച്ച് തീരുമാനമെടുത്തതും ഈ സർക്കാരാണ്. അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചതും പാചക തൊഴിലാളികളുടെ 1000 രൂപ വർദ്ധിപ്പിച്ചത് ഈ സർക്കാരാണ്. അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസമാകുമ്പോഴേക്കും ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. 10 വർഷം പിണറായിക്ക് കഴിയാത്തതാണ് ഇപ്പോൾ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇവരുടെയൊക്കെ എന്താ കൊള്ള നടത്തുകയെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം. ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, HDSന് ഉള്ള വരുമാനം കോവിഡ് കാലത്ത് 46 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചില്ല. വരുമാനം വന്നു, 46 ലക്ഷം ബാങ്കിൽ അടച്ചില്ല. അതൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ക്രിമിനടി തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ചെന്നപ്പോൾ അവസ്ഥ, ബാനർ കെട്ടി സ്വന്തം വായിക്ക് സാധനങ്ങൾ കൊടുക്കുക. ഭക്ഷണം കൊടുക്കുന്നതിന് ആരും ഇതിനൊന്നുമില്ല, ആര് ഫ്രീ കൊടുക്കുന്നു നമുക്ക് സന്തോഷമാണ്. പക്ഷേ എന്ന് വെച്ച് ഭൂമി കയ്യേറുക, മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കയ്യേറി ബോർഡ് വയ്ക്കുക. കഴിഞ്ഞ ദിവസം ഒരു ക്രിട്ടിക്കൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് അവിടുത്തെ സൂപ്പറിൻ്റെ ഒരു ഫോൺ വരികയാണ്. പക്ഷേ അത് സേവാഭാരതിക്കാർ പറയുകയാണ്, ഞങ്ങളിവിടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഞങ്ങൾക്ക് വേറെ സ്ഥലം തരാതെ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല. ഞാൻ ഇറക്കി വിടാൻ പറഞ്ഞു, വേറെ സ്ഥലത്തും കൊടുക്കുക, ഇറക്കി വിടാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ലാബിൽ പരിശോധനയില്ല. എന്താ കാരണം അറിയോ? പുറത്തേക്ക് കുറിച്ച് കൊടുക്കുക. ആ 2 ഞാൻ ഇന്ന് പത്രക്കാരോട് നിങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ ലാബിൻ്റെ ഓണർ ആരാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാനിപ്പോഴും പേര് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ MLA ആയിട്ടുള്ള ഒരു മുൻ മന്ത്രിയാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. ലക്ഷങ്ങളെ ലാഭം ഉണ്ടാക്കുന്നത്. മെഡിക്കൽ കോളേജ് സൗകര്യം ഇല്ലാണ്ടല്ല, ലാബിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയാലല്ലേ ഉണ്ടാവുള്ളൂ സാധനം ലഭിക്കുക. ഞാൻ പറഞ്ഞു, സാധനം വാങ്ങിക്കുക എത്ര വേണമെങ്കിലും, അതിന് സർക്കാർ പണം തരാം.
നിങ്ങൾ സ്വകാര്യ ഇതിലേക്ക് ഇനി നാളെ കുറിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ആയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്താ പറയുന്നത്? അന്നം മുടക്കി, ഇന്നലെയൊക്കെ പ്രകടനമായിരുന്നു, അന്നം മുടക്കി ആരോഗ്യമന്ത്രി. ഞങ്ങൾ കണ്ടോളാം. ആര് കാണാൻ? ആര് കാണാൻ? പയ്യന്നൂർ പോലും ജയിക്കാൻ ശക്തിയില്ലാത്തൊരു പാർട്ടി കണ്ണുകിട്ടിയാൽ പേടിക്കുന്നവരാണ് നമ്മളൊക്കെ. പയ്യന്നൂർ പോലും ജയിക്കുന്നില്ല. 45,000 വോട്ടിന് ജയിച്ച സ്ഥാനത്ത് 10,000 വോട്ടിന് തോറ്റ് തൊപ്പിയിട്ടൊരു ചാനലിൽ വന്ന് വരയ്ക്കാൻ നിൽക്കുക. ഞങ്ങൾ പഠിപ്പിക്കും, ഞങ്ങളുടെ പഴയ പാരമ്പര്യം. ആ പാരമ്പര്യമൊക്കെ എന്നെ കൊണ്ട് കളഞ്ഞു. ആ പാരമ്പര്യം പോയതുകൊണ്ടാണല്ലോ പയ്യന്നൂർ ഉൾപ്പെടെ കയ്യിൽ നിന്ന് പോയത്. ഇപ്പോഴും പഴയ പ്രതാപം പറയും. പണ്ട് കാലത്തുണ്ട് ചില കാരണവന്മാർ ഇങ്ങനെ തറവാടിൻ്റെ മുന്നിൽ, ക്ഷയിച്ച തറവാടിൻ്റെ മുമ്പിൽ ഇരുന്ന് പറയും ഇവിടെ ആന ഉണ്ടായിരുന്നു എന്ന് പറയും. നോക്കുമ്പോൾ കുഴിയാനേനെയാണ് കാണുക. പണ്ട് കാലത്തുണ്ടാവും ആന, തറവാട് ക്ഷയിച്ചു, കയ്യിലിരിപ്പുണ്ട്. അപ്പം അതുപോലെയാണ് ചിലരിപ്പോൾ ഇവിടെ പാരമ്പര്യം പറയുന്നത്. പിന്നെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവർ അന്നം നൽകുന്ന അന്നദാതാക്കൾ. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഒരു വീട്ടിൽ ചെല്ലുകയാണ്, ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് പാചകം ചെയ്ത് തരണം. ആ പാവം വീട്ടമ്മ മെഡിക്കൽ കോളേജിലേക്ക് അല്ലേന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് പൊതി കെട്ടി അവരെ എങ്ങ് ഏൽപ്പിക്കും. എന്നിട്ട് അതിൻ്റെ DYFI എന്നും അല്ലെങ്കിൽ സേവാഭാരതി എഴുതിയിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അന്നം കൊടുത്തു. പക്ഷേ ഇവിടെ തികച്ചും ഒരു മാതൃക എന്താ? നിങ്ങൾ രക്തം കൊടുക്കുന്നത്. ആരെയും കെയറോഫുള്ള രക്തമല്ല, നിങ്ങളുടെ രക്തം കൊടുക്കുന്നു നിങ്ങൾ രോഗികളെ സഹായിക്കാൻ. എനിക്ക് ഈ ബഹളം ഉണ്ടാക്കുന്ന വിദ്വാന്മാർ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ കുറച്ച് രക്തം തന്നോ, എന്നാൽ പിന്നെ അത്രയെങ്കിലും ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവട്ടെ. അത് തരാൻ താല്പര്യമില്ല. കാരണം മറ്റേ ആരെങ്കിലും കൊണ്ട് ചോറുണ്ടാക്കി അത് വാങ്ങിച്ചിട്ട് പാക്കറ്റിൽ ഇതും ബോർഡും പേരും എഴുതിയിട്ട് കൊടുക്കുന്ന, എന്നിട്ട് അന്നദാതാവ് എന്ന് പറയുന്നത് കൊടിയും കെട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വിദ്വാന്മാർക്ക് എന്താ, മെഡിക്കൽ കോളേജിലത്തെ ബ്ലഡ് ബാങ്കിലേക്ക് ഞങ്ങൾ കുറച്ച് രക്തം തരാം. പറഞ്ഞോ, ഞാൻ വരാം നിങ്ങളെ രക്തം സ്വീകരിക്കാൻ. അത് ചെയ്യില്ല, കാരണം അത് മേത്തുനിന്ന് ചോര പോവല്ലോ. രക്തം കൊടുക്കുന്ന ആരോഗ്യത്തിനും നല്ല, സത്യം പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ റൊട്ടേഷൻ നടക്കില്ല. ബ്ലഡ് കഴിഞ്ഞാൽ അപ്പോൾ പുതിയ രക്തം ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഈ CPM-കാർ. രണ്ടാമത് ഞാൻ ഓർക്കുന്ന അവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായല്ലോ, 500 പേര് ഭൂമിക്ക് അടിയിൽ കിടക്കുക. അപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡുകാർ ഒരു പൊതിയല്ല കൊടുത്തേ, അവരൊരു കിച്ചൺ പോലെ കെട്ടിയുണ്ടാക്കി ചോറ്, ഭക്ഷണം, ഇതെല്ലാം എല്ലാവർക്കും കൊടുത്തു. അവർ പത്രക്കാർക്ക് കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു. അവരുടെ കിച്ചണിൽ ചെന്ന എല്ലാവർക്കും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അല്ലാണ്ട് എവിടെയെങ്കിലും വാങ്ങിച്ചിട്ട് പൊതിച്ചോറായിട്ടല്ല, അവർ കാശ് കൊടുത്ത് വാങ്ങി മാർക്കറ്റിൽ കൊണ്ടുവന്ന്, അത് ഇവിടെ കൊണ്ടുവന്ന് കിച്ചണിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് കൊടുത്തു. ഒരു ദിവസം കാലത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇന്നോട്ട് കൊടുക്കാൻ പാടില്ല, അവർ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു, എടുത്ത് കൊണ്ട് കളയുന്നു പറഞ്ഞു. അന്ന് കൂട്ട് നിന്നവരാണ് ഇപ്പം ഞങ്ങളാണ് പൊതിച്ചോറ് കൊടുത്ത് എല്ലാ രോഗികളുടെയും ക്ഷേമം കാത്തിരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊന്നും നാട്ടുകാർ മറന്നിട്ടൊന്നുമില്ല. അതാണല്ലോ മുണ്ടക്കൈ ചൂരൽമലയിൽ ഒരു 10-15 വീടും കെട്ടിയിട്ട് അവിടെ സിദ്ദിഖിനെ കൂവി വിളിച്ചതിന് കെട്ടി വെച്ച കാശ് കിട്ടിയോ അവിടെ കഴിഞ്ഞ അസംബ്ലിയിൽ? 40,000 മറ്റേ അവിടുത്തെ ഭൂരിപക്ഷം, ഈ പ്രദേശം ഉൾപ്പെടെ. അവർക്കറിയാം. ഇത് അതിന് കൂട്ടും കിട്ടിയിട്ട് ഇപ്പോൾ സേവാഭാരതിക്കാരും കൂടിയുണ്ട്, ഇപ്പോൾ BJP-ക്കാർ. സുരേന്ദ്രനും പിണറായിക്ക് ഒരേ ശബ്ദം ഈ കാര്യത്തിൽ. കാരണം രണ്ടും പങ്കുവെച്ചോടായിരുന്നു, 50-50. ഇതൊക്കെ തടയുമ്പോഴാണ് ഇനിയും വരാനുണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നില്ല. 10 വർഷം ഉപകരണങ്ങൾ വാരി കൂട്ടി ഒറ്റൊന്ന് രോഗിക്ക് സഹായകരമാവാതെ അവിടെ വെച്ച് പൂട്ടി കിടക്കുക. വാങ്ങിച്ച കമ്മീഷൻ്റെ കണക്ക് ഇതൊക്കെ പുറത്തു വരും. അതുകൊണ്ടാണിപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ എത്ര കണ്ടാൽ നമ്മളൊക്കെ പണ്ട് പറയുന്നതല്ലേ, വെടിക്കെട്ടുകാരൻ ഉടുക്കു കൊട്ടി പേടിപ്പിക്കാൻ വരണ്ട, ഇത് കണ്ടാലൊന്നും പേടിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരോഗ്യ രംഗത്തൊക്കെ നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തിയായി അദ്ദേഹം തുടങ്ങിയാണ് 2ാമത്തെ മെഡിക്കൽ കോളേജ്. ഞാൻ അത്ഭുതപ്പെടുന്നത് 100 സീറ്റ് കിട്ടിയിട്ട്, 100 സീറ്റ് സാങ്ഷൻ ചെയ്തിട്ട് അതിനില്ലാതാക്കി. അതെ, 1000 കുട്ടികൾ MBBS കഴിയേണ്ടതാണ് ഇപ്പോൾ. എന്നിട്ട്
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വയനാട്ടിൽ മടക്കിമലയിൽ ഒരു മെഡിക്കൽ കോളേജിനെ തറക്കല്ലിട്ടു. അത് ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ കുടുംബം സൗജന്യമായിട്ട് വിട്ടുപോകും. ആ ഭൂമി ഉപേക്ഷിച്ചിട്ട് മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി. ഇതിന് എന്തായാലും അംഗീകാരം കളയാൻ പാടില്ലല്ലോ, കാരണം അവിടെയും UDF ജയിച്ച് ആ നിയോജകമണ്ഡലത്തിൽ. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവസ്ഥ എന്താ അറിയാം, നഴ്സിംഗ് വിദ്യാർത്ഥികളും MBBS വിദ്യാർത്ഥികളും ഒരേ ഹോസ്റ്റലിൽ താമസം, 46 കുട്ടികൾക്ക് ഒരു ബാത്റൂം. ആലോചിച്ച് നോക്കാം, 46 കുട്ടികൾക്ക്. ഇതൊക്കെയായിരുന്നു അഭ്യാസങ്ങൾ. ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി, സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് കൊണ്ട് തുടങ്ങി. ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് പൂർത്തിയാക്കിയല്ലേ പറ്റൂ. അപ്പം ഞങ്ങളുടെ അവിടെ ചെന്നിട്ടുള്ള ജോലി, ഇവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ, 2-3 ഹോസ്റ്റൽ മുനിസിപ്പാലിറ്റി ഭാഗ്യത്തിൽ നമ്മളാണിപ്പോൾ. അവരുടെ കെട്ടിടം വിട്ടുവന്നു, അംഗീകാരം നിലനിർത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. ഇനിയിപ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നു, ഇനി കുട്ടികൾ വരും, ആ കുട്ടികളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ, അതിനും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് താമസ സൗകര്യമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോൾ ഏതാണ്ട് 11ഓളം മെഡിക്കൽ കോളേജുകളായി കേരളത്തിൽ. സർക്കാരിൻ്റെ നമ്മുടെ UDF സർക്കാരിൻ്റെ കാലത്ത് വന്ന ഇവർ പൂട്ടിയെന്നല്ലാതെ ഒരെണ്ണം പോലും പുതിയ തുടങ്ങിയിട്ടില്ല. ദൈവം സഹായിച്ച് കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്നിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 10 വർഷം മുഴുവൻ റീൽസ് ഇട്ട് നടന്നു, അവസാനത്തെ 5 വർഷം വീണ വീട്ടി നടന്നു. ഇതൊക്കെ നടന്ന് ആ ഒരു ദുരന്തം മാത്രമേ ആരോഗ്യ മേഖലയ്ക്കുള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, മരണങ്ങളുടെ സംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞു, നിപ രോഗിയെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖല, മറ്റു മേഖല ഇതിനേക്കാൾ ഇതുപോലെ തന്നെ മറ്റു മേഖലയിലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസം കൊണ്ട് 10 വർഷത്തെ ദുരന്തത്തിന് പരിഹാരമുണ്ടാക്കുന്നതിൽ ഒരുപാട് മുന്നേറാൻ VD സതീശൻ്റെ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പറ്റി. ഞാൻ സത്യത്തിൽ ഈ വകുപ്പ് എടുക്കുമ്പോൾ മരുന്ന് വാങ്ങിയതിനും ഒക്കെ 2500 കോടി കട. ആ കടം വെച്ചിട്ടാണ് അതിനെയൊക്കെ മറികടന്ന് മെഡിക്കൽ കോളേജ്, പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ഉള്ള മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലത്ത് കിടക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനും കഴിയും. പുലയനാർ കോട്ടയിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കുറേ ബെഡ് വെറുതെ കിടക്കുക, ഡോക്ടർമാർക്ക് പണിയില്ല. മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഡോക്ടർമാർ ശീർഷാസനത്തിൽ നിൽക്കുക ജോലി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇത് കുറേ രോഗികൾ അങ്ങോട്ട് മാറ്റി. അപ്പോൾ രണ്ടും 2 വകുപ്പിലാണ്, ഒന്ന് DHSൻ്റെ കീഴിലാണ്, മറ്റേത് DMEയുടെ കീഴിൽ. 2 പേരും ഒരുമിച്ചിരുത്തി, 2 പേരും സമ്മതിച്ചു ഇത് അങ്ങോട്ട് മാറ്റാം. അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ. ഈ കടത്തിൻ്റെ ഇടയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. മുഖ്യമന്ത്രിയോട് ചോദിക്കും, അദ്ദേഹം ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. കുറേ കാശ് അദ്ദേഹം തന്നു. അതിപ്പോൾ മരുന്ന് കമ്പനിയിൽ കുറച്ച് കടം തീർത്തിട്ട് ഇന്ന് നാളേക്ക് ഏറ്റവും മരുന്ന് പൂർണ്ണമായിട്ടും കൊടുക്കാൻ കഴിയും. പിന്നെ മാധ്യമങ്ങൾ ഒരു വിമർശനാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് എനിക്കൊരു പരാതിയില്ല, നല്ലതാണ്. കുഴപ്പങ്ങളുണ്ടെങ്കിൽ എനിക്കും തിരിച്ചറിയാൻ കഴിയുമല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇന്നുള്ള ചില സ്വകാര്യ ആശുപത്രികൾ അതിപ്പോൾ ആ മാനേജ്മെൻറ്റ് കീഴിലല്ല, എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള മാനേജ്മെൻറ്റുകളുടെ കീഴിലല്ല. അതിൻ്റെ 60% ഷെയറുകൾ ഒരു അമേരിക്കൻ കമ്പനി ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞു. എന്താ കാരണം? അവരോട് പറയാം, നിങ്ങൾക്ക് കുറച്ച് കടക്കിയില്ലേ, ഞങ്ങൾ തീർത്തു തരാം. അവന് 60% ഷെയർ കൊടുത്തു. ഈ പഴയ സ്വകാര്യ ആശുപത്രികളെ കൊണ്ട് സർക്കാരിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവരവരുടെ കാര്യം നോക്കി നടന്നോളൂ. ഇപ്പോഴതല്ല, ഈ ഭീമന്മാർ വന്ന് ഇതൊക്കെ കൈയടക്കിയിട്ട് സർക്കാർ ആശുപത്രികളെ മോശമാക്കാനപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. സർക്കാർ ആശുപത്രി കൊള്ളില്ല, നിങ്ങളവിടെ ചെന്നാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ പ്രചരണം നടത്തിയാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഞാൻ ഈ നിലത്ത് കടത്തൽ ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ ചില വിദ്വാന്മാർ പറഞ്ഞു, കണ്ട സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഞാൻ ഇങ്ങനെ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ മാറ്റം മാറുന്ന അവരും വിചാരിച്ചില്ല. അതിനൊക്കെ എതിരായിട്ടുള്ള ജാഗ്രത പുലർത്തണം, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയാണ് NTUC എന്ന് പറയുന്നത്. അത് പോഷക സംഘടനയല്ല. മുമ്പ് സ്വതന്ത്ര, ഇപ്പോഴാണ് പോഷക സംഘടന ആക്കിയത്. പക്ഷേ മുമ്പ് സ്വതന്ത്ര
സംഘടനയായിരുന്നു INTUC. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെയാണ്. INTUCയുടെ കാര്യങ്ങൾ INTUC ആണ് തീരുമാനിക്കുക. അപ്പോൾ ആ രീതിയിൽ INTUC ഒരു സ്വതന്ത്ര സംഘടന എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളൊപ്പം നിന്ന പാരമ്പര്യമുള്ളത് INTUCക്ക്. കേരളത്തിൽ INTUC സ്ഥാപിച്ച ശ്രീ കെ കരുണാകരനാണ്. അദ്ദേഹം മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും INTUC എന്ന അതിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അത് പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ആൾക്കാർ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും INTUCയിൽ ആൾക്ക് കുറവൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചില സർവീസ് സംഘടനകളിലൊക്കെ ക്ഷാമം ബാധിച്ചു കേട്ടോ. കാരണം ചില ലിസ്റ്റൊക്കെ വെച്ച് ആളെ വയ്ക്കുമ്പോൾ അവരൊന്നും നമ്മുടെ പാർട്ടിക്കാരല്ല, ചില കടമെടുക്കുക. അതുകൊണ്ടാണ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാതെ ഞങ്ങളുടെ ആരെയും കുറ്റം കൊണ്ടൊന്നുമല്ല. തരുന്ന ലിസ്റ്റിൽ പലതും ശരിയല്ല. പക്ഷേ INTUCക്ക് ആ ക്ഷാമമില്ല. കാരണം കൂടുതൽ തൊഴിലാളികൾക്ക് കരുത്ത് കൂടിക്കും. ദ്രോഹിക്കും തോറും തൊഴിലാളികൾക്ക് കരുത്ത് കൂടും. നേരെ മറിച്ച് മറ്റ് ജീവനക്കാർക്ക് കരുത്ത് കുറയും. അതാണ് ഇതിനുള്ള വ്യത്യാസം. അതുകൊണ്ട് പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുക. ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും പരിഹരിക്കും ഞങ്ങളൊക്കെ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ 10 വർഷമായിട്ട് സെക്രട്ടേറിയറ്റിലൊരു മനുഷ്യനും കയറാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ സർക്കാർ വന്നപ്പോൾ ആളുകളും വരുന്നുണ്ട്. ഹോട്ടലുകാർക്കും വലിയ സന്തോഷം. അത് നന്നായിട്ട് ഭക്ഷണം ചിലവാകുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് സന്തോഷം. എത്ര പേരറിയും സർക്കാർ വന്നപ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഹോട്ടലിലൊന്നും മുറി കിട്ടാനില്ല. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊന്നും എന്താ കാര്യം നടക്കുന്നുണ്ടാണ്? അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ? മറ്റേ 10 വർഷം ആരും വന്നില്ല. ഒക്കെ ക്യാപ്റ്റനായിരുന്നു എല്ലാം. ക്യാപ്റ്റൻ കാണുക, സെല്യൂട്ട്. AKG സെൻറ്ററും അല്ല, ക്യാപ്റ്റനേ ഉള്ളൂ. AKG സെൻറ്ററിൽ ഒരു പണിയില്ല. ഗോവിന്ദമാഷ് ഒന്നും പറഞ്ഞിട്ട് തന്നെയില്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഗോവിന്ദമാഷ് അന്ന് എന്തെങ്കിലും വിഡിത്തരം പറയും. അങ്ങനെയാണ് കക്ഷി എന്നൊക്കെ വിവാദങ്ങളെന്നൊക്കെ വരാൻ കാരണം. ആൾക്കൊന്നും അറിയില്ല. പാവം എന്തിനാണ് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത്? അദ്ദേഹത്തിന് ആകെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഒരു സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പിണറായി കൊടുത്തു. അത് നാട്ടുകാരൊക്കെ കൂടെ ശരിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ശ്രീമാൻ ഉമ്മൻചാണ്ടി എന്നും കോൺഗ്രസിൻ്റെ കരുത്താണ്. ലീഡർ ശ്രീ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടിയൊക്കെ അതിശക്തരായിട്ടുള്ള ഭരണകർത്താക്കളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. അവരുടെ മുമ്പിൽ നിയമങ്ങളൊന്നും ഒരു തടസ്സമായിരുന്നില്ല. നിയമങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ദോഷങ്ങൾ ജനങ്ങൾ ഏൽക്കാതെ ഈ രണ്ടുപേരും ഏതാണ്ട് ഒരേ ശൈലി തന്നെയായിരുന്നു. പാർട്ടിയിൽ രണ്ടുപേരും 2 വ്യത്യസ്ത രൂപങ്ങളായിരുന്നെങ്കിലും ഏതാണ്ട് കെ കരുണാകരൻ്റെ വികസന ശൈലി തന്നെയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അധികാരകാലത്ത് വിനിയോഗിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പോപ്പുലറായത്. അത് ആ മാർഗം തന്നെ എപ്പോഴും ഞങ്ങളുടെയൊക്കെ യോഗത്തിൽ അദ്ദേഹം പറയാറുണ്ട് കെ കരുണാകരനെ കുറിച്ച്, അദ്ദേഹം ചെയ്ത തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളെക്കുറിച്ച്. ഉമ്മൻചാണ്ടി തന്നെയാണ് ഞങ്ങളുടെ യോഗത്തിലൊക്കെ. പാലോട് രവി ഞങ്ങളൊക്കെ അന്ന് MLA മാരായിരുന്നു. ഇതുപോലെ നിയമസഭയിൽ ഒരു പ്രത്യക്ഷ വളരെ ഒരു എന്താ പറയുക, വളരെ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. അതായത് മാണിസാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേന്ന് ആ സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞു, ലീഡർ ഒരു ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, നമുക്ക് അതനുസരിച്ച് അങ്ങ് ചെയ്യാം. അതിന് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, 5 MLA സസ്പെൻഡ് ചെയ്ത അത് ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞു. 5 MLA കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 5 CPMൻ്റെ MLA സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ്റെ കത്ത് അധികം വായിച്ചു. അന്ന് ഈ അസംബ്ലിയല്ല, പഴയ അസംബ്ലിയാണ്, തൊട്ടടുത്ത്. അതെ, പ്രമേയം പാസ്സാക്കണം. 5 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയം വായിക്കുകയാണ്.